عباد الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം പടച്ച റബ്ബ് അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും തഖ്വയിലായി ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. 3-4 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റമളാൻ എന്ന അതിഥി നമ്മളിൽ നിന്ന് യാത്രയാവുകയാണ്. ഇനി ഒരു റമളാനിന് നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമോ ഇല്ലയോ എന്ന് പടച്ച റബ്ബിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമളാനിൻ്റെ അവശേഷിക്കുന്ന ദിനരാത്രങ്ങളും പ്രയോജനപ്പെടുത്തി മഗ്ഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ ലിസ്റ്റിലും പടച്ച റബ്ബിൻ്റെ പ്രീതിയും അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന, അവൻ്റെ തൃപ്തി സമ്പാദിക്കുന്ന ആൾക്കാരുടെ സ്ഥാനങ്ങളിൽ നാമും ഇടം പിടിക്കാനുള്ള അവസരം ഇനിയും 2-3 ദിവസങ്ങളുണ്ട് സഹോദരങ്ങളെ. നാം പ്രയോജനപ്പെടുത്തണം. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് പരിശുദ്ധ റമളാനിൻ്റെ 26 ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് യാത്രയായി. പരിശുദ്ധ റമളാനിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ എൻ്റെ സ്വഭാവവും രീതിയും പെരുമാറ്റവും ഒരു മാറ്റമില്ലാത്ത രൂപത്തിൽ ഒരു ജീവിതത്തിൻ്റെ ശൈലി, ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതങ്ങ് കഴിഞ്ഞു പോവുകയാണോ? പരിശുദ്ധമായ ആ റമളാനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തഖ്വയാണ്. ആ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാം മറ്റൊന്നും ചിന്തിക്കേണ്ട സഹോദരങ്ങളെ. നമ്മുടെ പ്രിയപ്പെട്ട പലരെയും ഖബറടക്കം ചെയ്യുമ്പോൾ, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെയും ഖബറടക്കം ചെയ്യുമ്പോൾ അതിൻ്റെ പലകകൾ ഓരോന്നും വെച്ച് അവസാനത്തെ പലകയും വെക്കുമ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ടാണ്. ആ ഇരുളുമാറി രാത്രികളെ സജീവമാക്കിക്കൊണ്ട് നാം അനുഷ്ഠിക്കുന്ന ഖിയാമുൽ ലൈലും പ്രഭാത നമസ്കാരവും നമ്മുടെ മഗ്ഫിറത്തുമൊക്കെ നമ്മുടെ ഖബറിനെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ബർസഖിനെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ സമയത്ത് ആ മലക്കുൽ മൗത്തിന്റെ മുന്നിൽ ആ മലക്കുൽ മൗത്ത്
അല്ലാ തഖാഫു വലാ തഹ്സനു, ഏയ് നിങ്ങൾ പേടിക്കല്ലേ, നിങ്ങൾ പതറല്ലേ, സമാധാനത്തോടുകൂടി നിങ്ങളുടെ ആത്മാവുമായി ഞങ്ങൾ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, റബ്ബിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ് എന്ന ആ ഒരു മനസ്സാന്നിധ്യത്തിലേക്ക് സഹോദരങ്ങളെ നാം ആലോചിക്കേണ്ടത് എത്രയെത്രയോ സഹോദര സമുദായ അംഗങ്ങളാണ്. അവർ പറയാറുണ്ട്, പരിശുദ്ധ റമദാൻ 10-20 വർഷവുമായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സഹോദര സമുദായ അംഗങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ ഒരു വിശ്വാസവും ഒരു തൗഹീദും ഒരു ആദർശബോധവും ഒരു പരലോക ചിന്തയുമില്ലാതെ ഒരു യാന്ത്രികമായ നോമ്പാണോ നമ്മുടേതായ നോമ്പുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയ മക്കൾ SSLC പരീക്ഷ കഴിഞ്ഞ ഈ സമയത്ത് നന്നായി പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എൻ്റെ 10 വിഷയങ്ങൾക്കും എനിക്ക് നന്നായിട്ട് വിജയിക്കാൻ കഴിയും, ഞാൻ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പാടുപെട്ട് പഠിച്ചതിന് എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. എന്നാൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സ് പറയും, ഞാൻ നന്നായി എഴുതാൻ ശ്രമിച്ചുവെങ്കിലും ചില വിഷയങ്ങളിലെല്ലാം ഞാൻ തോറ്റുപോകും. അവർക്കൊരു പതറലുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, ശരിയായ തൗഹീദും പരലോക വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നാം അനുഷ്ഠിച്ച ഈ നോമ്പ്, ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിൽ നാം അല്ലാഹുവിന് വേണ്ടി അനുഷ്ഠിച്ച ഉപവാസം, ക്ഷീണങ്ങളും പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് രാത്രിയിലെ ഖിയാമുൽ ലൈലിൽ നാം സജീവമായതുമൊക്കെ നമ്മുടെ പരലോകത്ത് നമ്മുടെ ആത്മാവ് വേർപെട്ട് പോയതിനു ശേഷം സമാധാനത്തോടുകൂടി ബർസഖിലും അല്ലാഹുവിന്റെ പരലോകത്തെ രക്ഷാശിക്ഷകളുടെ മുന്നിൽ ആ വിചാരണയുടെ ലോകത്ത് എന്റെ നന്മയുടെ തുലാസ് കനം തൂങ്ങണമെന്ന വല്ലാത്ത പ്രതീക്ഷയും ആഗ്രഹവുമാണ് നമ്മളിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളിൽ ഒരു കണക്കുകൂട്ടലുണ്ടാകണം. സഹോദരങ്ങളെ, ഞാൻ അനുഷ്ഠിച്ച നോമ്പും എൻ്റെ ഖിയാമുൽ ലൈലും എൻ്റെ ദാനധർമ്മങ്ങളിലൂടെയും അല്ലാഹു എനിക്ക് സ്വർഗം തരും. പടച്ചവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലേക്കും ആ ലിസ്റ്റിലേക്ക് ഞാൻ എത്തും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ടോ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഇവിടെ കുറെ കർമ്മങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, നിന്റെ പരലോകത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന എന്തെങ്കിലും പാതയും ആ പാതേയത്തിന്റെ കണക്കൊന്ന് നോക്കട്ടെ. മാ ഖദ്ദമത് ലിഗദ്, നിന്റെ ആത്മാവൊന്ന് നിലച്ചു പോയാൽ നിന്റെ ഖബറിലും നിന്റെ പരലോകത്തും നിനക്ക് താങ്ങും കൂട്ടുമാകുന്ന എന്തെങ്കിലും പാതേയം നിന്റെ കൈവശമുണ്ടോ എന്ന് കണക്ക് നോക്കട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആരുടേതാണ് ഈ നോമ്പ് സ്വീകരിക്കപ്പെടുന്നത്? ആരുടെ ദാനധർമ്മങ്ങളും നമസ്കാരങ്ങളുമാണ് അല്ലാഹു സ്വീകരിക്കുന്നത് എന്ന് അല്ലാഹു പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കൾ ഹാബീലിനോടും ഖാബീലിനോടും അല്ലാഹു ബലിദാനം നടത്താൻ അല്ലാഹു കൽപ്പിച്ചു. 2 പേരും ബലിദാനം നടത്തി. ഹാബീൽ അല്ലാഹുവിന്റെ പ്രീതിയെയും പൊരുത്തത്തെയും കാംക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെയല്ല ഹാബീൽ സ്വപ്നം കണ്ടത്, അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ പൊരുത്തവും അനശ്വരമായ ലോകവുമാണ് ഹാബീൽ സ്വപ്നം കണ്ടത്. ഖാബീൽ മനസ്സോടെ ആലസ്യത്തോടെ അശ്രദ്ധയോടെ പിശുക്കോട് കൂടിയിട്ട് ബലിദാനം നിർവഹിച്ചു. എന്നാൽ ആ 2 പേരിൽ ഒരാളുടെ ബലിദാനം അല്ലാഹു ഹാബീലിന്റെ ബലിയാണ് അല്ലാഹു സ്വീകരിച്ചത്. ആ സമയത്ത് ഖാബീൽ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും,
ആ സമയത്തും ഹാബീൽ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ മേൽ കൈ ഉയർത്തിയാലും ജ്യേഷ്ഠ, ഞാനൊരിക്കലും നിന്റെ മേൽ കൈ ഉയർത്തുകയില്ല, എന്നിൽ നിന്നൊരു അക്രമം ഉണ്ടാവുകയില്ല. എന്നിട്ട് ഹാബീൽ തിരുത്തി കൊടുക്കുകയാണ്. ആരുടെ കർമ്മങ്ങളാണ്, ആരുടെ ബലിയാണ്, ആരുടെ നോമ്പാണ്, ആരുടെ സക്കാത്താണ് അല്ലാഹു സ്വീകരിക്കുന്നത്? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു വാചകമാണ് സഹോദരങ്ങളെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും സക്കാത്തും ഹജ്ജുമെല്ലാം സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉപാധി അല്ലാഹു ഈ വചനത്തിൽ ചേർത്തു പറഞ്ഞിട്ടുണ്ട്. ഹാബീലേ, നീ മനസ്സില്ലാതെ, മനസ്സോടുകൂടി, ആത്മാർത്ഥതയില്ലാതെ, ശരിയായി വിശ്വാസമില്ലാതെ നീ ചെയ്ത ഈ കർമ്മം സ്വീകരിക്കുകയില്ല. ആരുടെ കർമ്മമാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് അറിയുമോ? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ, തഖ്വയുള്ളവരുടെ, ദൈവബോധമുള്ളവരുടെ, എവിടെയും എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന ആ തഖ്വയുള്ളവരുടെ കർമ്മം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇന്നമയുടെ അർത്ഥം നമുക്കറിയാം. അവരുടേത് മാത്രമാണ്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, നെഞ്ചകത്തേക്ക് കൈവച്ച് ചിന്തിക്കേണ്ടത്. റമദാനിന്റെ പരമ ലക്ഷ്യമായ ആ തഖ്വ എനിക്ക് നേടാൻ കഴിഞ്ഞോ? ആ തഖ്വയുള്ളവരുടെ നോമ്പ് മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ. നാം ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, എൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞുവോ? പലപ്പോഴും പല സദസ്സുകളിലും വേദികളിലും ലക്കും ലഗാനുമില്ലാതെ എൻ്റെ നാവിനെ അഴിച്ചു വിടുന്ന രീതി ഇപ്പോഴും ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പഴയ പടി തന്നെയാണോ ഇപ്പോഴും? അതുപോലെ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി റബ്ബിന്റെ മുന്നിൽ നിൽക്കും. എന്നിട്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതും. ആ സൂറത്തുൽ ഫാത്തിഹയിൽ നാം പാരായണം ചെയ്യും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്നെയും എൻ്റെ മാതാപിതാക്കളെയും രോഗങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിപ്പിക്കുന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്നർത്ഥമറിയാതെ, ആശയമറിയാതെ ഞാൻ എൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ്, എൻ്റെ കച്ചവടത്തിൻ്റെ കുറവുണ്ട്, ഇപ്പോ മകളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു. എവിടെ? അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് എനിക്ക് വലിയവനെന്ന് നാം പറഞ്ഞിട്ടും സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഈ ലോകത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ കണക്ഷൻ. റമദാനിന്റെ 26 ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അങ്ങനെയാണോ? സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മൾ നോമ്പുകാരാണ്. അത് തന്നെ വൃദ്ധരായ സഹോദരന്മാരൊഴികെ, ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരൊഴികെ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന്, പ്രത്യേകിച്ച് റമദാന്റെ അവസാനത്തെ സമയങ്ങളാകുമ്പോൾ ക്ഷീണവും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നമ്മളൊന്ന് ഭിത്തിയോട് നിന്ന് മാറി ഒന്ന് നിവർന്നിരുന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഖുത്ബ ശ്രവിക്കണം സഹോദരങ്ങളെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ തഖ്വാബോധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു കാലത്ത് നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന നമ്മുടെ ഉപ്പ രോഗങ്ങളും പ്രയാസങ്ങളുമായി ബെഡിൽ നിന്ന് എണീക്കാൻ കഴിയില്ല. അയൽവാസികൾക്കൊന്നും അറിയില്ല. ഞാൻ തന്നെയാണ് പ്രാഥമികമായ കൃത്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നത്. ആ ഉപ്പയോട് കുറെ ദിവസം അങ്ങ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മടുപ്പും വെറുപ്പുമൊക്കെ തോന്നി. തഖ്വയുണ്ട് എന്ന് നാം പറയുമ്പോഴും ആ വൃദ്ധയായ മാതാവിനോടും വൃദ്ധയായ പിതാവിനോടും മോശമായ പെരുമാറ്റങ്ങൾ എന്നിൽ നിന്നുണ്ടാകുന്നുണ്ടോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധ റമദാനിൽ നാം വളരെ അടിവരയിട്ട് പഠിക്കണം വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്
അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ട നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങൾ നന്മ ചെയ്യണേ. ആ നന്മ ഒരു തഖ്വയാണ് സഹോദരങ്ങളെ. പ്രായമുള്ള നമ്മുടെ ഉപ്പയും ഉമ്മയെയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും സൃഷ്ടിക്കാതെ അവർക്ക് ആശ്വാസവും സമാധാനവും. എൻ്റെ മകനുണ്ട്, എൻ്റെ മകൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു കാലത്ത് ഓടി നടന്നവർ കിതപ്പുകൾ അവസാനിച്ച് മക്കൾക്ക് വേണ്ടി പാടുപെട്ട് എന്തോ ചില രോഗങ്ങളുമായി വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ വല്ലാതെ മാനസികമായി സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുമ്പോഴും അവരുടെ ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല സഹോദരങ്ങളെ, മാനസികമായും അവർ വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. അവിടെയൊക്കെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആശ്വാസം പകരുന്ന ഒരു തഖ്വ എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയെല്ലാം എൻ്റെ നാവിനെ കയറൂരി വിട്ട് അവരുടെ മനസ്സിൽ സങ്കടമുണ്ടാക്കുന്ന സംസാരവും പ്രവർത്തനങ്ങളും ചിന്താഗതികളും എന്നിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അച്ചടക്കമുള്ള നാവിനെ സൂക്ഷിക്കുന്ന, നാവിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ മഹാനായ മൂസാ അലൈഹിസ്സലാമിനോട് പോലും പറഞ്ഞത്, നിങ്ങൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഫിർഔൻ അവൻ ഏകാധിപതിയാണ്, അവൻ പലതും പറയും, പക്ഷേ നിങ്ങളുടെ സംസാരം അങ്ങനെ ആകരുത്. വഖുൽ ലഹുമാ ഖൗലൻ ലയ്യിന, വളരെ സൗമ്യമായ ഭാഷണമായിരിക്കണം. വളരെ സൗമ്യതയോട് കൂടിയിട്ടാണ് ഫിർഔനോട് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഒരു പക്ഷേ അവൻ പരലോകത്തെക്കുറിച്ച് സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുകയില്ല എന്ന് റബ്ബിന് അറിയാം. എന്നാൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ സംസാരം ഒരു സംസ്കാരമാണ്. ഈ പരിശുദ്ധ റമളാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്ത റസൂലിന്റെ അനുചരന്മാർ, അവർ കർമ്മങ്ങളുടെ കൂമ്പാരം അവരുടെ മുന്നിലുണ്ടായിട്ടും ഖിയാമത്തു നാൾ വരെ വരുന്ന മനുഷ്യർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടും മരണമെത്തുന്ന സമയത്ത് അവരുടെ കർമ്മങ്ങളെക്കുറിച്ച്, അവരുടെ ആരാധനകളെക്കുറിച്ച് അവർക്ക് വല്ലാത്ത ആവലാതിയും സങ്കടവും പ്രയാസവും നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ഓരോ അനർഘ നിമിഷങ്ങളും ഹദീസുകളിലൂടെ ലോകത്തെ മനുഷ്യരെ പഠിപ്പിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോ സങ്കടം കൊണ്ട് വിതുമ്പുന്നത് കണ്ടിട്ട് അനുചരന്മാര് ചോദിച്ചു, അബൂ ഹുറൈറ, ജീവിതം ധന്യമല്ലേ? അങ്ങയുടെ ജീവിതം മധുരമുള്ള ജീവിതമാണ്, നന്മയിലൂടെ ജീവിച്ച ജീവിതമാണ്, പിന്നെന്തിനാണ് അങ്ങ് പ്രയാസപ്പെടുന്നത്? ആ സമയം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൽ മൗതു ഖരീബുൻ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു, ഇനി കർമ്മങ്ങൾക്കുള്ള അവസരമില്ല. വസഫറുൻ തവീലുൻ, ദീർഘമായ ഒരു യാത്രയിലേക്കാണ്. അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട്. വസാദ ഖലീൽ, എൻ്റെ കൈവശം പാഥേയം വളരെ കുറവാണ്, എൻ്റെ കൈവശം കർമ്മങ്ങൾ വളരെ കുറവാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിരുന്നത്. സഹോദരങ്ങളെ, മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു പ്രവാചക ശേഷമുള്ള ഒരു താബിഈ പണ്ഡിതനായിരുന്നു. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈകൊണ്ട് നല്ല കാർപ്പറ്റുകളും വിരിപ്പുകളും പരവതാനികളും നിർമ്മിക്കുന്ന നല്ല കഴിവുള്ള ഒരു ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് ഒരു നല്ല പരവതാനി, ഒരു നല്ല കാർപ്പറ്റ് അദ്ദേഹം നിർമ്മിച്ചു. മദീനയുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അത് നിവർത്തി വിരിച്ചു. സ്വഹാബികളിൽ ഒരു അനുചരൻ അത് കയ്യിലേക്ക് എടുത്തിട്ട് അതാഉസ്സലമിയോട് പറഞ്ഞു, അതായെ, ഇതിന് ഇന്ന ന്യൂനതകളൊക്കെയുണ്ട്, ഇവിടെ ഇന്ന കളറിലുള്ള നൂലുകളാണ് വരേണ്ടത്, ഇവിടെ ഈ രൂപത്തിലുള്ള പിഴവുകളുണ്ട്. ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോ
അതാഉസ്സലമി റഹ്മഹുള്ളയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നു, വിതുമ്പുന്നു. ഇത് കണ്ടിട്ട് ആ അനുചരൻ അദ്ദേഹത്തിൻ്റെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ്, താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. താങ്കൾ ഇനിയും കാർപ്പറ്റും പരവതാനികളും വിരിപ്പും നിർമ്മിക്കുമ്പോൾ ഈ കുറവുകളെല്ലാം പരിഹരിച്ച്, ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ഒരു നല്ല പുതിയ കാർപ്പറ്റും വിരിപ്പുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ വിഷമിക്കണ്ട, താങ്കൾ പ്രതീക്ഷിക്കുന്ന വില എന്താണെന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് തരാം. ഈ സമയം അതാഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞ പാചകമാണ് നമ്മുടെ നെഞ്ചകത്തേക്ക് ചിന്താമണ്ഡലങ്ങളിലേക്ക് വരേണ്ടത്. സഹോദരങ്ങളെ, അതാഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ പോരായ്മ, ഈ കാർപ്പറ്റിൻ്റെ പോരായ്മയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടല്ല, കുറ്റവും കുറവും പറഞ്ഞ് ഈ കാർപ്പറ്റിൻ്റെ അല്ലെങ്കിൽ ഈ വിരിപ്പിൻ്റെ വില കുറഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ടിട്ടല്ല ഞാൻ കരഞ്ഞത്. നാളെ റബ്ബിൻ്റെ മുന്നിലേക്ക് എൻ്റെ കർമ്മപുസ്തകങ്ങൾ ഞാൻ നിവർത്തി വിരിക്കുമ്പോൾ നിന്റെ നോമ്പിന് ഇന്ന കുറവുകളുണ്ട്, നിന്റെ ഖിയാമുൽ ലൈലിൽ നീ ഇന്ന ചിന്തകളിലേക്കാണ് നിന്റെ മനസ്സ് പോയത്, നിന്റെ ദാനധർമ്മങ്ങളിൽ നിന്റെ ഓരോരോ കർമ്മങ്ങളും അവിടെ എൻ്റെ റബ്ബനെ ഓരോ ന്യൂനതകളും എടുത്തു പറഞ്ഞ് ആ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ അപമാനിതനായി പോകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് കരഞ്ഞത് എന്ന് അതാഉസ്സലമി എന്ന താബിഈ പണ്ഡിതൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച്, നമ്മുടെ നോമ്പിനെ കുറിച്ച്, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച്, നമ്മുടെ ഖിയാമുൽ ലൈലിനെ കുറിച്ച്, നമ്മുടെ ദാനധർമ്മങ്ങളിൽ എന്തെങ്കിലും പ്രകടനാത്മകത കടന്നു വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഉന്നതമായ ഒരു സൗധമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ രണ്ടാമനാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ നാവ് കൊണ്ട് എണ്ണി പറഞ്ഞ അബൂബക്കറിന് സ്വർഗമുണ്ട്, ഉമറിന് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ ഒരു അനുചരൻ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ അബൂ ഹുദാഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളും ഉണ്ടാകും. അവർ കടന്നു വന്നിട്ട് ശത്രുക്കൾക്ക് വിവരം നൽകും. പക്ഷേ ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വഹിയിലൂടെ അവർക്കൊരു ലിസ്റ്റ് നൽകും. ഒരിക്കൊരു ലിസ്റ്റ് വന്നപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുദാഫയുടെ അടുക്കലേക്ക് പോയിട്ട്, മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതല്ല അബൂ ഹുദാഫ, എൻ്റെ പേരെങ്ങാനും ആ ലിസ്റ്റിലുണ്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത, മറ്റുള്ളവരെ കുറിച്ച് നന്മ കാണുകയും നമ്മളിൽ നന്മ കാണുകയും നമ്മുടെ പോരായ്മകൾ ഓരോന്നോരോന്നായി തിരുത്താനുള്ള അവസരമാണ് പരിശുദ്ധ റമളാൻ. ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ അബൂ ലുഅ്ലു എന്ന മജൂസി വിഷലിപ്തമായ കഠാര കൊണ്ട് കുത്തി മരണം മുന്നിൽ കണ്ടു കിടക്കുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന മകൻ പറഞ്ഞു, ഉപ്പ വിഷമിക്കണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ പെട്ടതല്ലേ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമറിനോട് പറഞ്ഞത്, മോനെ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട്, അറാഫ്. ആ അറാഫിലെങ്കിലും നിന്റെ ഉപ്പയ്ക്കൊരു സ്ഥാനം കിട്ടുമോ എന്നാണ് ഞാൻ ആശിക്കുന്നത്. കാരണം നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുന്നിൽ ഉപ്പയ്ക്കൊരു ഭൂതകാലമുണ്ട് മോനെ. ആ ഭൂതകാലത്തെ ഓരോ കർമ്മപുസ്തകങ്ങളും റബ്ബൊന്ന് നിവർത്തി എന്നെ വിചാരണ ചെയ്താൽ ഞാൻ അവിടെ കുടുങ്ങിപ്പോകും എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിനോട് സ്വീകരിക്കാൻ, ഏതൊരു കർമ്മം അല്ലാഹു സ്വീകരിക്കുന്നതിനും ഒന്നാമത്തെ ഉപാധി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്. സഹോദരങ്ങളെ, റമളാൻ 17 പോലും ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്ത് പുരോഹിതന്മാരുടെ ചങ്ങലക്കെട്ടുകളിൽ കുരുങ്ങി ജീവിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി ആദർശത്തെ കുറിച്ചുള്ള ബോധ്യവും ബോധനവും ഇല്ലെങ്കിൽ ഈ 40 ഡിഗ്രി ചൂടുള്ള പകലുകളിൽ നാം പിടിക്കുന്ന ഈ നോമ്പും നമ്മുടെ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേണ്ടത്
തൗഹീദി ബോധമാണ്. നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഒരു ഷഹാദത്ത്, ആ ഷഹാദത്തിന് ശേഷമാണ് നമസ്കാരം, ആ ഷഹാദത്തിന് ശേഷമാണ് സകാത്തും നോമ്പും ഹജ്ജും എല്ലാം. സഹോദരങ്ങളെ, ആ ഷഹാദത്തിൽ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ, ഒരു 5 നിലയുള്ള ബിൽഡിംഗ് തകർന്ന് പതനങ്ങളിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരൊക്കെ എന്തോ വലിയൊരു ചർച്ച നടക്കുമ്പോൾ റസൂൽ ആ സദസ്സിലേക്ക് കയറി ചെന്നു. അവർ ദജ്ജാലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാലിനെക്കാളും വലിയൊരു വിപത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാലിനെക്കാളും വലിയ വിപത്താണ് റിയാ, പ്രകടനാത്മകത. മറ്റുള്ളവർ കാണട്ടെ ഞാൻ ചെയ്യുന്ന ഈ ദാനധർമ്മം, എൻ്റെ ആരാധനകൾ, എൻ്റെ കർമ്മങ്ങൾ, ഞാനൊരു ഭക്തനാണെന്ന്, ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് 10 ആൾ അറിയട്ടെ. ഇന്നയാൾക്ക് ഞാൻ എൻ്റെ കുടുംബത്തിലൊരു സക്കാത്ത് കൊടുക്കുമ്പോൾ ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് അറിയട്ടെ എന്ന പ്രകടനാത്മകത നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വന്നാൽ അത് നിഷ്ഫലമായി പോകും. സഹോദരങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെയും പേര് ഹസൻ എന്നാണ്. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി 2 സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ മകനുമുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കമഴ്ത്തി കിടത്തിയപ്പോ ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. കൂട്ടുകാര് മകനോട് ചോദിച്ചു, ഉപ്പ ഒരു ചുമട്ട് തൊഴിലാളി അല്ലല്ലോ മോനെ, എന്താണ് ഈ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ മകനൊരു നിശബ്ദതയായിരുന്നു മറുപടി. എൻ്റെ ഉപ്പ പകലന്തിയോളം പണിയെടുത്തതും ജീവിച്ചതും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പലതും പറഞ്ഞ് എൻ്റെ ഉപ്പയുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. 1 മാസക്കാലം കഴിയുമ്പോൾ മദീനയിലെ പല സ്ത്രീകളും പാത്രങ്ങളുമായി പുറത്ത് യാചിക്കാൻ ഇറങ്ങുന്നു. ആ യാചിക്കുന്ന ആ സ്ത്രീകളെ അന്നത്തെ ഖലീഫ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. അവർ പറഞ്ഞു, രാജ്യത്തിൻ്റെ റേഷനാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തൊരു പാക്കറ്റ് ഗോതമ്പ് ധാന്യം കൊണ്ടുവച്ചാൽ ഒരാഴ്ചക്കാലം പട്ടിണിയില്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാമായിരുന്നു. എന്നാൽ 1 മാസക്കാലമായി ഞങ്ങൾക്ക് ആ ഗോതമ്പ് ധാന്യം കിട്ടുന്നില്ല. അവർ ക്യാബിനറ്റ് കൂടി ആരാണ്, ഏത് സ്വകാര്യ വ്യക്തിയാണ് രാത്രിയുടെ മറവിൽ ഒരാളും കാണാതെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വർഷങ്ങളോളം ഈ ദാനധർമ്മം ചെയ്തത്? അവര് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ചും മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ ശരീരത്തിൽ കണ്ട പാടിനെ കുറിച്ചും, മഹാനുഭാവൻ മരണപ്പെട്ടു പോയതിന് ശേഷമാണ് അദ്ദേഹം ചെയ്ത ദാനധർമ്മങ്ങളെ കുറിച്ച് ലോകമറിയുന്നത്. സഹോദരങ്ങളെ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, നാം അവരെ ഭക്ഷിപ്പിക്കുന്നത്, നാം അവർക്ക് ദാനധർമ്മം നൽകുന്നത്, നമ്മുടെ കുടുംബത്തിലെ പലരെയും നാം സഹായിക്കുന്നത്, നമ്മുടെ സക്കാത്തിന്റെ കണക്കുകൂട്ടി കൃത്യമായ സക്കാത്ത് ഫണ്ടിലേക്ക് നാം ഏൽപ്പിക്കുന്നത് ഈ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ആ റിയാ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിൽ നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടണം. എത്ര വലിയ പാപങ്ങളിൽ ആപതിച്ചു പോയ മനുഷ്യരാണെങ്കിലും നിഷ്കളങ്കമായ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ റബ്ബ് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. സഹോദരങ്ങളെ, പല മനുഷ്യരും തെറ്റുകുറ്റങ്ങളിൽ മുങ്ങി ജീവിച്ചിട്ട് എൻ്റെ റബ്ബിനെ എനിക്ക് പുറത്തു തരുകയില്ല, എൻ്റെ റബ്ബെനിക്ക് മാപ്പ് നൽകുകയില്ല, ഞാൻ ഒരുപാട് പാപങ്ങളിൽ മുങ്ങിത്താണുപോയ മനുഷ്യനാണ് എന്ന സങ്കടവും ആവലാതിയും ചിന്താമണ്ഡലവുമായി നടക്കുന്ന മനുഷ്യരുണ്ട്. അവരോടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ നബിയേ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും അവൻ പരമകാരുണ്യകനുമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ,
ഈ റമളാനിന്റെ